വയറ്റിൽ തുണികെട്ടി ഗർഭാവസ്ഥ മറച്ചുവെച്ചു. വീട്ടുകാർ പോലും അറിയാതെ 3 വർഷത്തിനിടയിൽ യൂട്യൂബ് നോക്കി 2 പ്രസവങ്ങൾ. പ്രസവത്തോടെ കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുക, ആരും അറിയാതെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുക. കേൾക്കുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ടെന്ന് തലയിൽ കൈവച്ചു പോകുന്ന സംഭവമായി മാറുകയാണ് തൃശ്ശൂരിലെ നവജാത ശിശുക്കളുടെ കൊലപാതകം. 22 വയസ്സ് മാത്രം പ്രായമുള്ള പെറ്റമ്മ തന്നെയാണ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ 2 കുരുന്നു ജീവനുകൾ ഇല്ലാതാക്കിയത്. 2 നവജാത ശിശുക്കളും ആൺകുട്ടികളാണ്. എന്തായാലും ഈ സംഭവത്തിൽ സത്യം പുറത്തായത് യുവതി യുവാക്കൾ തമ്മിലുള്ള ബന്ധം തകർന്നതോടെയാണ്. മദ്യലഹരിയിലായിരുന്ന പിതാവ് ഭവിന്റെ സംശയമാണ് കൊടും ക്രൂരത നിയമത്തിന്റെ കണ്ണിൽപ്പെടുത്തിയത്. മാതാപിതാക്കളായ ഭവിനും അനീഷയ്ക്കുമെതിരെ കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ്. 2020 ഫേസ്ബുക്ക് വഴിയാണ് ഭവിൻ അനീഷയുമായി പരിചയത്തിലാകുന്നത്. പിന്നീട് ഈ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറി. പെൺകുട്ടിയുടെ വീട്ടിലെ ശൗചാലയത്തിൽ 2021 നവംബർ 6-നാണ് ആദ്യത്തെ പ്രസവം നടന്നത്. ആൺകുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റിയതിനെ തുടർന്ന് മരിച്ചിരുന്നതായാണ് അനീഷ ആദ്യം പോലീസിനോട് പറഞ്ഞത്. താൻ തന്നെ വീട്ടുപറമ്പിൽ രഹസ്യമായി മൃതദേഹം കുഴിച്ചിട്ടെന്നും അനീഷ പറഞ്ഞു. 8 മാസത്തിനു ശേഷം കുഞ്ഞിന്റെ അസ്ഥി കർമ്മങ്ങൾ ചെയ്ത് കടലിൽ നിമജ്ജനം ചെയ്യാമെന്ന് പറഞ്ഞ് പിതാവായ ഭവിൻ ഏറ്റുവാങ്ങി. എപ്പോഴെങ്കിലും പിരിയേണ്ട ഘട്ടമുണ്ടായാൽ ഇതുപയോഗിച്ച് ഭീഷണിപ്പെടുത്താമെന്ന് ഭവിൻ കരുതിയിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. 2024 ഏപ്രിൽ 29-ന് അനീഷയുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു 2ാമത്തെ ആൺകുഞ്ഞിനും ജന്മം നൽകിയത്. ആ കുട്ടിയും മരിച്ചെന്ന് അനീഷ യുവാവിനെ അറിയിച്ചു. കുട്ടിയുടെ മൃതദേഹം സ്കൂട്ടറിൽ ഭവിന്റെ ആമ്പല്ലൂരിലെ വീട്ടിലെത്തിച്ചു. ഏറെ വൈകാതെ മൃതദേഹം ഭവിന്റെ വീടിന് സമീപത്ത് കുഴിച്ചിട്ടു. ജനിച്ചയുടൻ കുട്ടി കരഞ്ഞത് പുറത്ത് കേൾക്കാതിരിക്കാൻ മുഖം പൊത്തിപ്പിടിച്ചതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് കുഞ്ഞ് മരിച്ചതെന്ന് അനീഷ പോലീസിനോട് സമ്മതിച്ചു. ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന അനീഷ കുറച്ചു കാലമായി ഭവിനുമായി അകൽച്ചയിലായിരുന്നു. പെൺകുട്ടി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്ന സംശയത്തിൽ ഭവിൻ ഫോണിലൂടെയും നേരിട്ടും നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തി. ശനിയാഴ്ച രാത്രി അനീഷയെ ഫോണിൽ വിളിച്ചപ്പോൾ കോൾ തിരക്കിലായതാണ് ഭവിനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ മദ്യലഹരിയിലായിരുന്ന ഭവിൻ വീട്ടിൽ സൂക്ഷിച്ച കുഞ്ഞിന്റെ അസ്ഥി ബാഗിലാക്കി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അതേസമയം മകൾ ഗർഭിണിയായിരുന്ന വിവരം അറിഞ്ഞിരുന്നില്ല എന്നാണ് അനീഷയുടെ അമ്മ ആദ്യം പറഞ്ഞിരുന്നത്. മകൾക്ക് PCOD ഉള്ളതാണ്. ഇടയ്ക്കിടെ വണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. ഗർഭിണിയായതിനെ പറ്റി ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഒരു സമയത്തും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അനീഷയുടെ അമ്മ പറഞ്ഞു. ഗർഭകാലം മറയ്ക്കാൻ തനിക്ക് PCOD ആണെന്ന് അനീഷ അമ്മയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഭവിനുമായുള്ള പ്രണയം അറിയാമായിരുന്നുവെന്നും കല്യാണം നടത്താൻ താല്പര്യമില്ലായിരുന്നതായും അമ്മ പറഞ്ഞു. വിവാഹം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഭവിൻ പലതവണ വീട്ടിലെത്തി ശല്യപ്പെടുത്തിയിരുന്നു. 4 കൊല്ലമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് അറിഞ്ഞത്. ഈയിടെയാണ് പ്രണയകാര്യം ഞാൻ അറിഞ്ഞതെന്നും അമ്മ വ്യക്തമാക്കിയിരുന്നു. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, ചാലക്കുടി DYSP ബിജുകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടിയിരുന്നു. തുടർന്ന് അസ്ഥികൾ 2 കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങളാണെന്നും സ്ഥിരീകരിച്ചു. മരിച്ച കുഞ്ഞുങ്ങൾ തങ്ങളുടേതാണെന്ന് ഇരുവരും സമ്മതിക്കുന്നുണ്ടെങ്കിലും അസ്ഥിയുടെ ഭാഗങ്ങൾ വിദഗ്ധ DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് SP പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ബന്ധത്തെക്കുറിച്ചും അനീഷയുടെ 2 പ്രസവങ്ങളെക്കുറിച്ചും വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമായി അന്വേഷിക്കുന്നുണ്ട്. DYSP ബിജുകുമാർ, CI മഹേന്ദ്ര സിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. 2ാമത്തെ കുഞ്ഞിന്റെ മരണത്തിന് ശേഷമാണ് ഭവിനും അനീഷയും തെറ്റിയതെന്നും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് 2 പേരും അറിഞ്ഞിരുന്നെങ്കിലും കുഞ്ഞിന്റെ മരണത്തിൽ ഭവിന് അനീഷയെ സംശയമുണ്ടായിരുന്നു. ബന്ധം തുടരാൻ അനീഷയ്ക്ക് താല്പര്യമില്ലെന്നും അതിനായാണ് കുഞ്ഞിനെ കൊന്നതെന്നും ഇയാൾ വിശ്വസിച്ചു. മാത്രമല്ല, യുവതി മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന സംശയങ്ങൾ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കി. അനീഷ 2ാമതൊരു ഫോൺ ഉപയോഗിക്കുന്നതും ഇയാൾ വിലക്കി. യുവതി മറ്റൊരു ഫോൺ ഉപയോഗിച്ചിരുന്ന കാര്യം ജനുവരിയിലാണ് ഭവിൻ മനസ്സിലാക്കിയത്. ഭവിൻ ഒരു ശല്യമായപ്പോൾ മനഃപൂർവ്വം അകലുകയായിരുന്നുവെന്ന് അനീഷ പോലീസിനോട് പറഞ്ഞു. ബന്ധത്തിൽ നിന്ന് യുവതി ഒഴിഞ്ഞു മാറിയാലോ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കാതിരുന്നാലോ തൻ്റെ കുട്ടികളെ അനീഷ പ്രസവിച്ചു എന്നുള്ളതിൻ്റെ തെളിവായാണ് അസ്ഥിശേഖരണത്തിലൂടെ ഇയാൾ ലക്ഷ്യമിട്ടതെന്നും പോലീസ് കരുതുന്നു. അടുത്തിടെയായി പെൺകുട്ടിയോട് ക്ഷമ പറയുന്ന തരത്തിലും ഇയാൾ സംസാരിച്ചിരുന്നു. എന്നാൽ ശനിയാഴ്ച വൈകിട്ട് അനീഷയുമായി വീണ്ടും തർക്കമുണ്ടായി. സംഭവം പോലീസിനെ അറിയിക്കുമെന്നും എന്നെ ഒഴിവാക്കി നീ ജീവിക്കണ്ട എന്നും ഭവിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതേസമയം പ്രസവിച്ച ഉടൻ 2ാമത്തെ കുഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ ആരെങ്കിലും കേൾക്കുമെന്ന് ഭയന്ന് താൻ മുഖം പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ചോരക്കുഞ്ഞിനെ
കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അനീഷയുടെ കുറ്റസമ്മതം. ആദ്യത്തെ കുഞ്ഞിന്റെ മരണവും ശ്വാസം മുട്ടിയായിരുന്നുവെന്ന് വ്യക്തമാണെങ്കിലും ഇത് ഗർഭത്തിൽ തന്നെ പൊക്കിൾ കൊടി കഴുത്തിൽ കുരുങ്ങി സംഭവിച്ചതാണെന്നായിരുന്നു അനീഷയുടെ മൊഴി. പ്രസവത്തിന് 2 ദിവസം മുൻപേ വയറ്റിൽ കുഞ്ഞ് നിശ്ചലാവസ്ഥയിലായിരുന്നുവെന്നും പ്രസവിച്ചപ്പോൾ ജീവനില്ലായിരുന്നുവെന്നുമുള്ള അനീഷയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. 2 കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് തന്നെയെന്ന പ്രാഥമിക നിഗമനത്തിലൂന്നിയാകും തുടരന്വേഷണം. ഞായറാഴ്ച രാവിലെ 11ഓടെയാണ് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്ത പുറം ലോകം അറിയുന്നത്. മാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചത്. സംഭവം എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും പുതുക്കാട് സ്റ്റേഷൻ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു. പ്രതികളെ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുമ്പോൾ ചാനൽ ക്യാമറകൾ പുറത്ത് കാത്തുനിന്നു. അതിനിടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും പുറത്തു വന്നു. ഭവനെയും അനീഷയെയും 2 മുറികളിലായാണ് ആദ്യം ചോദ്യം ചെയ്തത്. ഇടയ്ക്ക് ഇരുവരെയും ഒന്നിച്ച് ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുമ്പോൾ പ്രതികളുടെ ചിത്രമെടുക്കാൻ വൻ തിരക്കായി. മുഖം മറച്ചും ചുറ്റും പോലീസുകാരുടെ അകമ്പടിയിലൂടെയുമായിരുന്നു പ്രതികൾ. 11:30ഓടെ തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ സ്റ്റേഷനിലെത്തി. മാധ്യമങ്ങളോട് ഒന്നും പറയാതെ അദ്ദേഹം സ്റ്റേഷനിലേക്ക് പോയി. പിന്നാലെ ഫോറൻസിക് വിദഗ്ധരുടെ സംഘം എത്തി. സംഭവത്തിൽ വ്യക്തത വന്നതോടെ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചു. കേസിന്റെ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞത് SP-യുടെ പത്രസമ്മേളനത്തിലൂടെയായിരുന്നു. പ്രതികളായ ഭവനെയും അനീഷയെയും 2 സംഘങ്ങളായി വീടുകൾ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു. അനീഷയെ വെള്ളിക്കുളങ്ങര നൂലുവള്ളിയിലെ വീട്ടിലും ഭവനെ ആമ്പലൂരിലെ വീട്ടിലും എത്തിച്ചാണ് തെളിവെടുത്തത്. അനീഷയുടെ മൊഴി പ്രകാരം ആദ്യത്തെ കുട്ടിയെ കുഴിച്ചിട്ട ഭാഗത്ത് പോലീസ് സംഘം എത്തിച്ചു. അനീഷയെ എത്തിക്കുന്നതറിഞ്ഞ് വലിയ തോതിൽ നാട്ടുകാർ പ്രദേശത്തേക്കെത്തി. ഇതിനുശേഷമാണ് ഭവനെ ആമ്പല്ലൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തത്. 2ാമത്തെ കുട്ടിയുടെ മൃതദേഹം അനീഷ എത്തിച്ചതും മറവ് ചെയ്തതും പ്രതി വിവരിച്ചു. വീടിന് പിറകിലെ തോട്ടത്തിലാണ് കുഴിച്ചിട്ടത്. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം കുഞ്ഞിനെ അനീഷ കൊന്നിട്ടുണ്ടോ എന്നത് അറിയില്ലെന്നാണ് അനീഷയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇരുവരും തമ്മിൽ അടുപ്പമുള്ള കാര്യം അറിയാമായിരുന്നു. എന്നാൽ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തതിനാൽ അനീഷയ്ക്ക് ഇയാളുമായി ബന്ധമില്ലെന്നാണ് കരുതിയിരുന്നതെന്നും അമ്മ പറയുന്നു. ഗർഭത്തെ ചൊല്ലി അയൽവാസികളുമായി അടക്കം തർക്കമുണ്ടായിരുന്നതായും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാണ് അനീഷ അയൽവാസികളിൽ നിന്ന് ഈ വിവരം മറച്ചുവെച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനീഷ ഗർഭിണിയാണെന്ന് അയൽവാസികൾ സംശയിച്ചിരുന്നു. അപവാദം പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അനീഷയുടെ കുടുംബം ഈ ഘട്ടത്തിൽ പോലീസിനെ സമീപിച്ചിരുന്നു. ആദ്യ ഗർഭകാലത്തിലായിരുന്നു ഇത്. ഇതിനെ ചൊല്ലി അയൽവാസി ഗിരിജയുമായി വാക്ക് തർക്കവും ഉണ്ടായി. ഹോർമോൺ വ്യതിയാനം കാരണം തടി കൂടുന്നുവെന്നാണ് ചോദിച്ചവരോട് അനീഷ പറഞ്ഞത്. അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയായിരുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച അനീഷ ഈ പരിചയം ഉപയോഗിച്ചാണ് ശുചിമുറിയിൽ പ്രസവിച്ചത്. ഗർഭിണിയായിരുന്ന കാലത്ത് അനീഷ വീട്ടുകാരെ പറ്റിക്കാൻ വയറ്റിൽ തുണികെട്ടി ഗർഭാവസ്ഥ മറച്ചുവെച്ചു. 2 പ്രസവക്കാലവും മറച്ചുപിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി. എന്തായാലും കൊലപാതകവും മൃതദേഹം കുഴിച്ചിടലും ഭവനുമായി കൂടിയാലോചിച്ച് അനീഷ എടുത്ത തീരുമാനമാണെന്നും പോലീസ് കണ്ടെത്തി. ആദ്യത്തെ കുഞ്ഞിനെ ശുചിമുറിയിൽ പ്രസവിച്ച് ഏതാനും മണിക്കൂറിനുള്ളിൽ പട്ടാപ്പകൽ അനീഷ ഒറ്റയ്ക്ക് പറമ്പിൽ കുഴിയെടുത്ത് മൂടുകയായിരുന്നുവെന്നാണ് വിവരം. ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന അനീഷ പ്രസവവും പൊക്കിൾക്കൊടി വേർപെടുത്തലും അടക്കമുള്ള കാര്യങ്ങളിൽ ധാരണ നേടിയിരുന്നു. ITA പഠനത്തിന് ശേഷം പ്ലംബിംഗ് ജോലികൾ ചെയ്തിരുന്ന ഭവിന്റെ പിന്തുണയോടെയായിരുന്നു അനീഷയുടെ പ്രവൃത്തികൾ. ആദ്യ കുഞ്ഞിനെ കുഴിച്ചു മൂടിയ ശേഷവും ഇരുവരും തമ്മിൽ ബന്ധം തുടർന്നു. 8 മാസത്തിനു ശേഷം കുഞ്ഞിനെ മൂടിയ ഭാഗത്തെ കുഴി തോണ്ടി അസ്ഥി പുറത്തെടുക്കാൻ ഭവിൻ അനീഷയോട് ആവശ്യപ്പെട്ടു. അസ്ഥി പുറത്തെടുത്ത ശേഷം ബാഗിലാക്കി അനീഷ സ്കൂട്ടറിൽ ഭവിൻ എത്തിച്ചു കൊടുത്തു. 2ാമത്തെ കുഞ്ഞിനെ കുഴിച്ചു മൂടുന്നതിന് പകരം ബാഗിലാക്കി തനിക്ക് എത്തിച്ചു നൽകാനാണ് ഭവിൻ ആവശ്യപ്പെട്ടത്. സ്കൂട്ടർ ഓടിക്കാവുന്ന സ്ഥിതിയിലേക്ക് ആരോഗ്യനില അല്പമൊന്നും മെച്ചപ്പെട്ട ശേഷം അനീഷ മൃതദേഹവുമായി ഭവിന്റെ വീട്ടിലെത്തി ബാഗ് കൈമാറിയെന്നും സംശയിക്കുന്നു. 5 വർഷത്തെ അടുപ്പമുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 6 മാസമായി ഭവിനും അനീഷയും അകൽച്ചയിലായിരുന്നു. അനീഷയ്ക്ക് മറ്റൊരു ഫോൺ ഉണ്ടെന്ന് ജനുവരിയിൽ ഭവിൻ കണ്ടെത്തിയതിനെ ചൊല്ലി ഇരുവർക്കുമിടയിൽ വലിയ തർക്കമുണ്ടായിരുന്നു. അനീഷയ്ക്ക് മറ്റാരോടോ സൗഹൃദമുണ്ടായിരുന്ന ആരോപിച്ച് ഭവിൻ നിരന്തരം വഴക്കുണ്ടാക്കി. ഭവിൻ ശല്യമാകുന്നുവെന്ന സൂചനയിൽ അകലം പാലിക്കാൻ തുടങ്ങിയിരുന്നുവെന്ന കാര്യവും അനീഷ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ശനിയാഴ്ച രാത്രിയിൽ അനീഷയെ ഭവിൻ ഫോണിൽ വിളിച്ചപ്പോൾ ഏറെ നേരം മറ്റൊരു കോളിലായിരുന്നുവെന്ന് കണ്ടതാണ് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണമായത്. ബന്ധുവായ സ്ത്രീയോടാണ് സംസാരിച്ചതെന്ന് അനീഷ പറഞ്ഞെങ്കിലും മദ്യലഹരിയിൽ ഭവിനിത വിശ്വാസത്തിലെടുത്തില്ല. നിന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല, കാണിച്ചു തരാമെന്ന് രാത്രി 11:30ഓടെ ഭവിൻ ഭീഷണി മുഴക്കി ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഭവനെ ഫോണിൽ കിട്ടാതായപ്പോൾ ഇയാളുടെ ബന്ധുക്കളെ അടക്കം അനീഷ ഫോണിൽ വിളിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. പുതുക്കാട് സ്റ്റേഷനിൽ ഹാജരായി അസ്ഥികൾ കൈമാറി ഭവൻ കുറ്റമേറ്റയുടൻ ചാലക്കുടി DYSP ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ രാത്രി തന്നെ പരിശോധന നടത്തി വിവരങ്ങൾ പരിശോധിച്ചുറപ്പിച്ചാണ് 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും അസ്ഥികളുടെ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഇന്ന് അയക്കും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരുവരുടെയും വീടുകളിൽ തെളിവെടുപ്പ് പൂർത്തിയത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് കേരള മനസാക്ഷി ഒന്നാകെ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.